നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് കൊല്ലങ്കോടേക്കാണ് പോകുന്നത്. കൊല്ലങ്കോടിന് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 3:30 ഞാനിതാ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിവിടുന്ന് കൊല്ലങ്കോടേക്കുള്ള ബസ് നോക്കണം കേട്ടോ. അപ്പോൾ ഈയൊരു സ്റ്റാൻഡിൽ നിന്നാണ് പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോടും പിന്നെ അത്യാവശ്യം ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളും ഈ ഒരു റൂട്ടിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ബസ്സുള്ള ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഏത് ഭാഗത്താണ് നമ്മളെ ബസ്സുള്ളതെന്ന് അറിയില്ല. അപ്പം കൊല്ലങ്കോട് ബസ്സുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടക്കുകയാണ്. കണ്ടോ, ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. പാലക്കാടിൻ്റെ പല ഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബസ് കാണുന്നുണ്ട്. കൊല്ലങ്കോട് എന്നൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കിയിട്ട് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോൾ സമയം 4:05. ഇനി അവിടെ എത്ര മണിക്ക് നമ്മൾ എത്തുമെന്ന് നോക്കാം കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോയത്. ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പൊള്ളാച്ചിയിലേക്കുള്ള ബസ്സൊക്കെ കിട്ടും കേട്ടോ. KSRTC ആയാലും പ്രൈവറ്റ് ആയാലും നമുക്ക് പൊള്ളാച്ചിയിലേക്കുള്ള ബസ് കിട്ടും. ചെറിയ രീതിയിലുള്ളൊരു മഴ മൂടലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കി അറിയാം എന്താണോ അവിടെ എത്തുമ്പോൾ ഉള്ള അവസ്ഥ. നല്ല രീതിയിലുള്ള മഴ മൂടലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് ബസ് ഇറങ്ങി കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറിൻ്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 5 മണിയായിട്ടോ. ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. 4:45 എത്തേണ്ടതായിരുന്നു കേട്ടോ. 15 മിനിറ്റ് ലേറ്റായി. അപ്പോൾ നമ്മളൊരു ഓട്ടോ എടുത്തിരിക്കുകയാണ് കേട്ടോ. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ പോണ വഴിക്ക് കണ്ടോ വലിയ മലനിരകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ പോണ വഴിക്കാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, സീതാർമുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കണ്ടില്ലേ, മുമ്പിലൊക്കെ വലിയ മലനിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
നല്ല മലനിരകൾ കണ്ടില്ലേ, എന്താ രസം കാണാൻ. ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പോണത് സീതാർകുണ്ടിലേക്കാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് താമരപ്പാടം എന്നാണ്. ഇതിപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടുന്നൊക്കെ. നല്ല മലനിരകളാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ട്രാക്ടറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉഴുത് മറിച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട്. ആ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ട്. എല്ലാവരും ഈ ഒരു സ്ഥലം ആസ്വദിക്കാൻ വേണ്ടി തന്നെ വന്നവരാണ് കേട്ടോ. കണ്ടില്ലേ, ശരിക്കും ഇത് രണ്ടും ഭംഗിയാണ്. അതായത് നമ്മൾ നെല്ലൊക്കെ നല്ല പച്ചയായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ആ മലനിരകളൊക്കെ നോക്കിയേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആദ്യത്തെ ഡെസ്റ്റിനേഷനായ സീതാർകുണ്ട് വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഈ വഴി തന്നെയല്ലേ? അത്യാവശ്യം ഫാമിലിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ കണ്ടില്ലേ, മലനിരകൾ, എന്ത് ഭംഗി അതൊക്കെ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ആൾക്കാർ അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. മേലേന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരികയാണ്. ഇവിടെ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വഴി നടന്ന് കയറാം. അത്യാവശ്യം നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കയറി വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ വേസ്റ്റ് ഇടാനുള്ള
ബിന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടോ. ഇവിടെ കേരള വന്യജീവി വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്ഥലത്ത് വരുന്നവർ ഇതൊക്കെ ഒന്ന് പാലിക്കുക കേട്ടോ. ഈ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പാലിക്കുക. ഇങ്ങോട്ട് വരുന്നവർ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് ഇവിടുന്ന് കാണുന്ന കാഴ്ച നോക്കിയേ. ഇനി നമുക്ക് ഈ വഴി നേരെ താഴത്തേക്ക് ഇറങ്ങാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വഴി ഇരിക്കുന്നത്. പാറയും അതുപോലെ തന്നെ മണ്ണൊക്കെയാണ്. അപ്പോൾ പതുക്കെ ഇറങ്ങിയാൽ മതി, ഒരു തിരക്കില്ല. അല്ലെങ്കിൽ മൂക്കും കുത്തി വീഴുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫോള്. നമ്മൾ ആ ഭാഗത്തേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകണില്ല, അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ക്യാമറ കൊണ്ടുപോകണില്ല, ഇവിടുന്ന് തന്നെ ജസ്റ്റ് കാണിക്കുകയാണ്. ഇത്തിരിയും കൂടി മേലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂവും കൂടി കാണാം നമുക്ക്. ഓ, എന്ത് രസമാണ് കാണാൻ. ഇവിടുന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. നമ്മൾ കുറച്ച് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം, ഇവിടുത്തെ ഒരു വ്യൂ എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ ഇതിലൊക്കെ ഒരു വഴിയുണ്ട്, പക്ഷേ ആരും ഇതിലെ കയറി പോകരുത് കേട്ടോ, അതിക്രമിച്ച് കയറരുത്. കാരണം ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പല ഭാഗത്തായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണണ്ടേ. അപ്പോൾ അതാ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. മഴയത്തൊക്കെ വന്നാൽ നല്ല രീതിയിൽ ഇതിലൂടെയൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി ഒന്ന് മുകളിലേക്ക് കയറാണ്. ഈ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ എന്താണെന്ന് നമുക്കറിയണ്ടേ. ചെറിയ രീതിയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ, തീരെ ഇല്ലാന്നല്ല, എന്നാലും വെള്ളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത് ഇങ്ങനത്തെ വഴിയിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാറയൊക്കെ വഴുക്കലിച്ചിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ പിടിച്ച് നമ്മൾ നടക്കണം കേട്ടോ. ഒരടി തെറ്റിയാൽ ഒക്കെ തീരും. അതാണ് ഇവിടുത്തെ. ഈ ഭാഗത്ത് വരികയാണെങ്കിൽ അങ്ങനെ തിരക്കൊന്നുമില്ല. ഈ ഭാഗത്തൊന്നും ആൾക്കാരങ്ങനെ ഇല്ല കേട്ടോ. ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരില്ല. തീരെ അത്രയ്ക്കങ്ങ് വെള്ളമല്ല, എന്നാലും സേഫായിട്ട് നമുക്ക് ഇവിടുന്ന് കുളിക്കാനൊക്കെ പറ്റും. ഇനിയിപ്പം നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സൂക്ഷിച്ച് ഇറങ്ങണം അമ്മേ. ചെറിയൊരു അശ്രദ്ധ മതി, നമ്മുടെ ജീവൻ തന്നെ പോവും. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ സീതാർകുണ്ടെന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലെത്തി കേട്ടോ. താമരപ്പാടം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ വഴി തന്നെയാണ് നമ്മൾ സീതാർകുണ്ട് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇവിടെ പനയൊക്കെ കാണാം. ഇവിടെ നിന്നാണ് ആ മലനിരകളുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. നല്ലൊരു വ്യൂ തന്നെയാണ് ഈ മലനിരകളുടെ. അതായത് ഇത് നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോൾ ഈ മലനിരകളുടെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു പാടത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് രണ്ടും രണ്ട് വ്യൂ തന്നെയാണ്. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടശേഖരവും അതുപോലെ തന്നെ നെല്ലൊക്കെ നല്ല പച്ചയായിട്ട് നിൽക്കണം ആ ഒരു സമയത്തുള്ള വ്യൂ ഉണ്ടല്ലോ. ഈ വ്യൂ രണ്ടും രണ്ടാണ്. രണ്ടിനും അതിൻ്റേതായ ഭംഗി ഉണ്ട്. ഇതൊക്കെ ഉഴുത് മറച്ചിട്ടേക്കണ പാടശേഖരങ്ങളാണ്. അവിടെ ട്രാക്ടറൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. സൂര്യനൊക്കെ അതവിടെ അസ്തമിക്കാനായി തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അവിടെയൊക്കെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ താമരപ്പാടം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാടത്തിൽ കൂടി അപ്പുറത്തെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞി പട്ടിക്കുട്ടൻ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇവിടെ പാടത്ത് വെള്ളം നനയ്ക്കാനുള്ള പൈപ്പൊക്കെ. ഇവിടുന്നൊക്കെ ക്യാമറയൊന്നും നമുക്ക് ഓഫാക്കാൻ കൂടി കഴിയില്ല കേട്ടോ. അതുപോലത്തെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുക. അത്രയും ഗംഭീരമാണ്. ഇതവിടെ പട്ടിക്കുട്ടന്മാർ കളിക്കണുണ്ടോ? അവിടെ ഏതാ പാടം ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ താമരപ്പാടത്തുനിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ താമരപ്പാടത്തു നിന്നും പുറപ്പെട്ടിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് പോകാൻ പോകുന്നത്
ചിങ്ങഞ്ചിറയിലൊക്കെയാണ് കേട്ടോ. അതൊരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഈ ചിങ്ങഞ്ചിറയും അതുപോലെ തന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഒരു റൂട്ടിൽ തന്നെയാണ്. 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ. ഒരേ റൂട്ടിലാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ നമ്മളിതാ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതൊരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. പാലക്കാടിൻ്റെ ഗ്രാമഭംഗി എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ വഴികളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും ഈ പച്ചപ്പും മലനിരകളും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ താമരപ്പാടത്തിൻ്റെ അവിടെ നിന്ന് കണ്ട ട്രാവലർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ആൽബങ്ങളൊക്കെ ചിത്രീകരിച്ചൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നിർദ്ദേശങ്ങളല്ല, ഇവിടുത്തെ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഇതാണ്. ഇതാണ് ഈ ഒരു ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. കണ്ടില്ലേ, ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ആൽബങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുന്നത് നമ്മുടെ 90s കിഡിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം ഉണ്ടല്ലോ, ചെമ്പകം. അതിലെ സുന്ദരിയേ വാ എന്ന പാട്ട് ചിത്രീകരിച്ചത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ഇതാ ഇവിടെ ഒരു പോലീസിൻ്റെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒട്ടനവധി സിനിമകളും അതുപോലെ തന്നെ ആൽബങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു ലൊക്കേഷനാണ്. ഇതാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഇവിടെ തൊട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ മണികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭാഗത്തു നിന്നാണ് സുന്ദരിയേ വാ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ 1-2 സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ
ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് പറയുന്ന സിനിമയിലെ ചെറിയൊരു ഗാനരംഗമൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ഒരു തിരക്കിലാണ്. ഇതാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ എന്ത് രസമറിയോ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച. മുഴുവൻ ഈ പറഞ്ഞ മാതിരി തണൽ മരങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ. നല്ല തണലുമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, അവിടേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു ചിങ്ങഞ്ചിറ എന്ന് പറയുന്നത്. നല്ല തണൽ മരങ്ങളാണ്. നല്ല രീതിയിൽ തണൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചിങ്ങഞ്ചിറയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. ഈ വന്ന വഴി തന്നെയാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ അവിടേക്ക് എത്താറായി കേട്ടോ. ഈ ചിങ്ങഞ്ചിറയും അതുപോലെ തന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസായാലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു കടയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ ഇത് അവിടെ ഉണ്ട് കേട്ടോ. താമരപ്പാടത്തിൻ്റെ അവിടെ വെച്ച് കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇപ്പോഴാ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കട ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. നല്ല ഓല മേഞ്ഞിട്ടുള്ളൊരു കടയാണ്. അത് തന്നെയാണ് ഈ ഒരു കടയുടെ ഭംഗി കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ചായക്കട തന്നെയാണ്. എന്ത് രസമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ളൊരു ചായക്കടയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. പോലെ കേട്ടോ. അപ്പോൾ ഇവിടുന്നൊക്കെ ഇറങ്ങുകയാണ്. ഇനിയിപ്പം നമ്മൾ നേരെ കൊല്ലങ്കോടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കൊല്ലങ്കോട് ഉള്ള കുറച്ച് കാഴ്ചകൾ. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നത് ഗണേശൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേട്ടനോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗണേശൻ ചേട്ടനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന ചേട്ടൻ. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ അടുത്തുള്ളത് താമരപ്പാടം പറഞ്ഞ കൃഷി സ്ഥലം, ഷൂട്ടിംഗ് സ്ഥലമാണ്. ഓക്കെ. അത് കഴിഞ്ഞ് സീതാർകുണ്ട്
സീതയും രാമനും കുളിച്ച സ്ഥലമാണ് അതിൻ്റെ ഐതിഹ്യം. അത് കഴിഞ്ഞ് മറ്റേ ചെല്ലപ്പേട്ടൻ്റെ ചായക്കട, അത് കഴിഞ്ഞ് മറ്റേ നമ്മുടെ ചിങ്ങഞ്ചിറ പ്രകൃതി അമ്പലം, അത് കഴിഞ്ഞ് കളപ്പുര കുറച്ച് അപ്പുറത്തുള്ള സ്ഥലം കാണിച്ചു തന്നില്ല. അവിടെ നമ്മൾ എത്തിയിട്ടില്ല, അവിടെ കാണാനുണ്ട്. പിന്നെ നമുക്കുള്ളത് മുതലമല റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാമല, പല്ലാവൂർ വാമല മുരുകൻ്റെ അമ്പലമാണ്. അവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പാറപ്പുറത്തുള്ള അമ്പലം. പാറപ്പുറത്ത് 2 അമ്പലമുണ്ട്. അത് മെയിനായിട്ടുള്ളത് നമ്മൾ ഷൂട്ടിങ് ചെയ്യുന്ന സ്ഥലങ്ങൾ അത്ര തന്നെ ഇവിടെ ഉള്ളത് കാണാനുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ ഗണേശൻ ചേട്ടൻ നമുക്കായിട്ട് ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് കൊല്ലംകോടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സ്ഥലവും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും കൊല്ലംകോടിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് സമയം പോലെ വന്ന് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.